കിറ്റ് കാറ്റ് കേക്ക് ചെയ്യാൻ ഇപ്പോഴും നിങ്ങൾക്ക് ടെൻഷനാണ് എങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എത്രത്തോളം ചോക്ലേറ്റ് നമുക്ക് ഈ കേക്കിന് വേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തത് 7 ഇഞ്ചിൻ്റെ ടിന്നിലാട്ടോ. അപ്പോൾ ഈ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ എത്രത്തോളം ചോക്ലേറ്റ് വേണ്ടി വരും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യമാണ്. കിക്കാറ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ച കിക്കാറ്റ് അതായത് നല്ല നീളവും ഒക്കെ ഉള്ളൊരു കിക്കാറ്റ് കിട്ടണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഡൗട്ടാണ്, നമ്മൾ മേടിച്ചത് കൂടിപ്പോവോ അല്ലെ കുറഞ്ഞു പോവോ അല്ലെ വെച്ച് വരുമ്പോഴത്തേന് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടുമോ എന്നുള്ളത് എനിക്കും ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു തവണ ഞാൻ ഇതുപോലെ കേക്ക് ചെയ്ത ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എത്രത്തോളം കേക്ക് വേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ അതിനേക്കാളും ഒരു കേക്കും കൂടെ ഞാൻ അധികത്തിൽ വാങ്ങി വെക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എങ്ങാനും വെച്ച് വരുമ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം കൂടെ അധികം വാങ്ങി വെക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഓടണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 36 കിക്കറ്റാട്ടോ വേണ്ടി വരുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ഓരോ തവണ നമ്മൾ കിക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വാങ്ങാൻ പോകുമ്പോഴും ഓരോ തവണയും ഓരോ റേറ്റ് ആട്ടോ. അപ്പോൾ ഞാൻ അധികത്തിൽ ഞാനല്ല വാങ്ങാൻ പോയത്, ആ ടൈമിലൂടെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവനാണ് വാങ്ങാൻ പോയത്. പോയ സമയത്ത് ആൾ കടയിൽ കണ്ടപ്പോൾ 1-2 കൂടെ അങ്ങ് അധികത്തിൽ വാങ്ങി. അതുകൊണ്ട് എനിക്ക് അത്രയും കിക്കറ്റ് അധികം വന്നു. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഈ കിക്കാറ്റ് കേക്കിന് അങ്ങനെ അങ്ങ് ഓർഡർ എടുക്കാറില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത് 1300 രൂപയാണ്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് അത്രത്തോളം നമ്മൾ കിക്കാറ്റ് വാങ്ങണം, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഓരോ തവണയും നമ്മൾ കടയിൽ ചെല്ലുമ്പം ആ ഒരു റേറ്റ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ 25 ആയിരിക്കാം, ചിലപ്പോൾ 30 ആയിരിക്കാം, ചിലപ്പോൾ 20 ആയിരിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കറക്റ്റ് കേക്കിൽ വെക്കാൻ പറ്റുന്ന അളവിനനുസരിച്ചുള്ള ഒരു കിക്കാറ്റ് കിട്ടാൻ തന്നെ പാടാണ്. ചിലപ്പോൾ ഒരു കടയിൽ കാണില്ല, 2, 3, 4 കടകളിൽ കയറിയിട്ടായിരിക്കും നമ്മൾ അത്രത്തോളം കിക്കാറ്റ് ഒപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യം കസ്റ്റമറിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് മാത്രമേ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ശ്രുതി ചേച്ചിയായിരുന്നു. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ജെംസും കാര്യങ്ങളും കൂടെ വെക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിൽ സെൻട്രലായിട്ടാണ് പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റും ജെംസ് എല്ലാം വെച്ചിട്ട് കേക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. റെഡ് ടാഗും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ കുഞ്ഞിൻ്റെ ഇഷ്ടപ്രകാരം കേക്കൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേവതിയായിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. മോന് JCB ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് ഒരു JCBയുടെ പിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.